ഇന്ന് ടോട്ടൽ ഗെയിം കളിച്ചില്ലേ? ഏത് ഗെയിം എന്ന് പറഞ്ഞോണ്ടിരിക്കും? നീ പിന്നെ എന്തിനാടാ ഇപ്പൊ തുടക്കിട്ട്? നമ്മള് അന്ന് മറ്റേ ഓരോരോ വാക്ക് പറഞ്ഞു മറ്റേ കഥ ഉണ്ടാക്കുന്ന ഗെയിമില്ലേ, ആ സാധനം നമ്മൾ ലോങ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അത് കാരണം നിങ്ങളുടെ ആവശ്യപ്രകാരമാണ്. ഞാൻ എത്ര അതിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾ ലോങ് ആക്കണോ. ഇത് എങ്ങനെ ലോങ് ആക്കുമെന്ന് എനിക്ക് ഒരു സംഭവം അവർക്ക് ഇഷ്ടപ്പെട്ട ആ കളി അല്ലേ? പറഞ്ഞു ഓഫ് കോഴ്സ് അത് മണ്ടത്തരാവും ഇല്ലേ? ഞങ്ങൾ പറയുമ്പോ ഉണ്ടാവുമെന്ന് ആര് പറയുമ്പോഴും മണ്ടത്തിലാവുന്നത് ഇവിടെ അഭിനന്ദ അവിടെ ആൻസർ വന്നു കഴിഞ്ഞു. അഭിനയായിരിക്കും കുറച്ച് നേരെ ഓരോ ട്വിസ്റ്റും കൊണ്ടുവരാൻ പോകുന്ന അഭിനയായിരിക്കും ഇതിനകത്ത്. അപ്പൊ അഭിൻ തന്നെ ആദ്യം തുടങ്ങട്ടെ. അഭിൻ അച്ചു ഒരു കഥ അങ്ങ് തുടങ്ങിച്ചാനെ. നമ്മള് ദുബായി പോയപ്പോ അവിടെ വെച്ച് ഒരു കാറിൽ കയറി കാറിൽ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ നിർത്തി. പമ്പിൽ നിർത്തിയത് ഇപ്പം 2 പ്രാവശ്യം നിർത്തിയത് പമ്പില്. പമ്പിൽ നിർത്തിയപ്പോ എന്ത് സംഭവിച്ചു? ഒരാളെ കണ്ട്. അയാളുടെ വണ്ടി നമ്മളെ പോലെ വണ്ടിയായിരുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞത്. അയാളും നമ്മളെ പോലെ അയാളും യൂട്യൂബർ ആയിരുന്നു. അപ്പൊ അയാൾ നമ്മളെ കണ്ട് ഹായ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹായ് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആനിയെ കാണാനില്ല. ആനി എവിടെ പോയി? ആനി മൂത്രമൊഴിക്കാൻ പോയി. ആനി ഒറ്റയ്ക്ക് വിടാൻ വയ്യാത്തതുകൊണ്ട് അസ്നയും കൂടെ പോയി. അപ്പൊ അഭിനും കുട്ടി. പക്ഷേ അബിൻ പോയില്ല. കാരണം അഭിൻ ഓൾറെഡി ജിത്തു ചാനത്ത് പറഞ്ഞു ഞാൻ പോയി. അടുത്ത് നമുക്കൊരു ഹൊറർ സ്റ്റോറിയിലോട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ തുറക്കട്ടെ. ഓക്കെ, നമ്മൾ രാത്രി 2 മണിക്ക് കാറിൽ ഞാനും അഷ്നയും ജിജൻ ചേട്ടനും ജിത്തു ചാനോടെ പോവായിരുന്നു. പെട്ടെന്ന് ആനിയും കൂടെ വരാനുള്ള ഒരു പ്ലാൻ ഉണ്ടായി. അപ്പോ റോട്ടിൽ വെച്ച് ആനിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം ആനിക്ക് അന്ന് രാവിലെ വർക്ക് ഉണ്ടായതുകൊണ്ട് ആനിയെ കൊണ്ടുപോയില്ല നമ്മള്. അപ്പൊ നമ്മള് മാത്രം ഇങ്ങനെ കാറിൽ പയ്യെ പോവായിരുന്നു ഇരുട്ടത്ത്. അപ്പൊ വഴിയിൽ വെച്ചൊരു അമ്മച്ചി. ആ അമ്മച്ചി വണ്ടി ലിഫ്റ്റ് ചോദിച്ചു ഞങ്ങളുടെ അടുത്ത്. ആ അമ്മച്ചിയുടെ കയ്യിൽ അമ്മച്ചി മാത്രമല്ല, അമ്മച്ചി ഒരു സൂട്ട് കേസ് തൊട്ടാണ് നിന്ന. ആ സൂട്ട്കേസിനകത്ത് പാക്ക് മുറുക്കാൻ ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിന് ഹൊറർ മൂവീസ് ആകുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇല്ല വെച്ചു അമ്മച്ചിയുടെ അത് ഫോറിൻ അമ്മച്ചിയായിരുന്നു. ഒരു സഞ്ചിയോ ഒരു കൊട്ടയോ. അപ്പം നമ്മള് അമ്മച്ചീനെ വണ്ടിക്കകത്ത് കയറ്റി ലിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അമ്മച്ചി ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ വണ്ടി ഹൈവേ കഴിഞ്ഞു. അപ്പൊ ചുറ്റിനും വണ്ടികളൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കൂടെ. നമ്മുടെ വണ്ടി മാത്രം. രാത്രി 2 മണിയായിരുന്നു. അപ്പം അമ്മച്ചി നിങ്ങൾ എങ്ങോട്ട് പോകണം ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് ഷൂട്ടിനായിട്ട് കൊച്ചി പോകണമെന്നോ. അപ്പൊ അമ്മച്ചി സൈലന്റ് ആയിട്ട് മുകളിൽ നോക്കി. അപ്പൊ അബിൻ സൺറൂഫ് തുറന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഓ നല്ല നിലാവ്. അങ്ങനെ ആ നിലാവുള്ള രാത്രി ഞങ്ങൾ അമ്മച്ചിയുമായി സഞ്ചരിക്കുകയായി. പെട്ടെന്ന് അമ്മച്ചി പറഞ്ഞ് വണ്ടി നിർത്ത്. അബിൻ പെട്ടെന്ന് സഡൻ ബ്രേക്കിൽ വണ്ടി നിർത്തി. അപ്പൊ അമ്മച്ചി പറഞ്ഞു ഒന്നിന് പോകണമെന്ന്. അങ്ങനെ അമ്മച്ചി ഒന്നിന് പോയിട്ട് കയറി തിരിച്ചു. അപ്പൊ ജിത്തുച്ചാൻ പറഞ്ഞു അമ്മച്ചിക്ക് എവിടെയാണ് പോവേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി ഒരു നിമിഷം എല്ലാരെയും നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് അമ്മച്ചി പറഞ്ഞു, എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ഞാൻ ഇവന്റിന് വരാം, കൊച്ചി വരെ അമ്മച്ചി നമ്മുടെ കൂടെ. പെട്ടെന്ന് അമ്മച്ചിനെ കാണാനില്ല. കാറിലുണ്ടായിരുന്ന അമ്മച്ചിയെ കാണാനില്ലേ? അമ്മച്ചി കാറിനകത്ത് സാറ്റ് കളിച്ച് അമ്മച്ചി നമ്മുടെ കൊച്ചി അമ്മച്ചി ഒറ്റ സാറ്റ് കളിഞ്ഞു വന്നു. അതേപോലെ അമ്മച്ചി കാണാനില്ലെന്ന്. ഇതെല്ലാം മാച്ചാ പ്രോപ്പർ ഹൊറർ. ഒരു അമ്പലം, ആ അമ്പലത്തിനടുത്തൊരു ആൽമരം. നമ്മളെല്ലാരും കൂടി ആ അമ്പലം വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. രാത്രി 9 മണി. ഭയങ്കര കാറ്റ്. അവിടെ ആൽമരത്തിൽ തൂങ്ങി കിടക്കുന്ന മണികളൊക്കെ ഇങ്ങനെ അടിക്കുന്നു കാറ്റത്ത്. അപ്പൊ ബൈക്കിൽ വന്ന ഒരു ചേട്ടൻ പറഞ്ഞു, ഇവിടെ രാത്രി നിൽക്കുന്ന സേഫ് അല്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഒരു ഒറ്റ മൈൻഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഉള്ളില് കയറി. അമ്പലത്തിനുള്ളില് നമ്മൾ പയ്യെ അകത്തോട്ട് കയറുന്നതും അവിടെ കുറെ ഭസ്മങ്ങളൊക്കെ താഴെ ഇങ്ങനെ ചിതറിയിട്ടേക്കുന്നു. അവിടെ ഓരോ ചെറിയ ദീപത്തിൽ എഴുതി തെളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര വയസ്സായ ഒരു സ്വാമിജി മാത്രം ഒരു സൈഡ് കിടന്നു. സ്വാമിജി പെട്ടെന്നൊരു പാട്ടിട്ട് ഒരു
ഒരു വയസ്സായ സ്വാമി മാത്രം അവിടെ കിടന്ന് ഉറങ്ങുന്നു സൈഡ്. ആ സ്വാമി ഉറങ്ങുന്നത് ആ ആൽമരത്തിന്റെ ചോട്ടിലാണ്. അവിടെ ഒരു പാമ്പിന്റെ ഒരു കൂടുണ്ട്. പെട്ടെന്ന് പാമ്പ് തുറന്നു വന്ന് ആ പാമ്പ് വന്നത് സ്വാമിജി കിടക്കുന്ന കാലിന്റെ അടുത്തുനിന്നാണ്. അത് പയ്യെ പത്തി ഇങ്ങനെ വിടർത്തി പയ്യെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി. ഗ്രൗണ്ട് നമ്മള് അമ്പലത്തിനടുത്ത് ഇറങ്ങിപ്പോന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ആൽമരത്തിലോട്ട് ഇങ്ങനെ മുകളിൽ നോക്കിയപ്പം ഒരാളുടെ ശരീരം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ആ ശരീരം 2 ദിവസം പഴക്കമുള്ളതായിരുന്നു. മണ അടിച്ച് ഞാൻ ആദ്യം വിചാരിച്ചു ഇവന്റെ അടുത്ത് ആ തൂങ്ങിക്കിടന്ന ബോഡി അവിടെ കണ്ട സ്വാമിജിയുടെ ആയിരുന്നു എന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചെങ്കിലും അല്ലായിരുന്നു. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ആദ്യം വന്ന് ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞ ആ പയ്യന്റെ ബോഡിയായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഞാൻ നോക്കിയപ്പോൾ ഒരു വെള്ളത്തിന്റെ ശബ്ദം. നോക്കിയപ്പോൾ അബിന്റെ സൈഡിൽ നിന്ന് കുറച്ച് വെള്ളം വീഴുന്നു. അത് കാലുന്നായിരുന്നു. നോക്കിയപ്പോ അഷ്ട എന്റെ കൂടെ ഇങ്ങനെ പേടിച്ച് അഷ്ടയുടെ കാലിൽ ഇങ്ങനെ വെള്ളം. ചിത്തസേന്റെ മൂക്കുന്നു. എന്റെ മൂക്കുന്ന് പയ്യ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഞാൻ മന്മഥനില് സിംബുവിനെ പോലെ ഇങ്ങനെ തുടച്ചിങ്ങനെ വന്നു. ആനയുടെ കാലിന്ന് മന്മഥൻ പോലെ തുടച്ചു. ഞാൻ ഇങ്ങനെ തന്നെ നേരത്തെ നിന്ന പോലെ ഇങ്ങനെ അബിന്റെ കൂടെ ഇങ്ങനെ ഇരുന്നു. ഇല്ല നീ ഇങ്ങനെയല്ലേ നിന്നെ. അപ്പൊ നമ്മള് ബോഡി കണ്ട് അതെന്റെ ബോട്ടിലെ വെള്ളമായിരുന്നു ഒഴുക്കിയത്. പെട്ടെന്ന് ആ ബോഡി ഒരാള് കണ്ണു തുറന്നു. ആ സമയത്ത് സ്വാമിജി എണീച്ചു താഴെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ല. ആ കാണാത്ത ആൾ ആരാണെന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കി. അത് ചിത്തോച്ചാനായിരുന്നു. എന്നെ കൊണ്ടുപോയതുകൊണ്ട് കഥയുടെ ബാക്കി ഇല്ല, അച്ഛനെ കൊണ്ടുപോയതോടെ ഞങ്ങൾ പേടിച്ച് വീട്ടിലേക്ക് ഓടി. ഇനി ജിത്തോച്ച കഥ തുടരും. ക്ലൈമാക്സ് ഇല്ലാത്ത കഥ. എന്നെ കൊണ്ടുപോയി. അപ്പോ ആ സ്വാമിജി പെട്ടെന്ന് നിങ്ങളുടെ അടുത്തോട്ട് നടന്നു വന്നു. അനിയത്തിമാർ രണ്ടുപേരും രക്ഷിക്കാൻ ഇവർ രണ്ടുപേരും കയ്യെ പിടിച്ചിങ്ങനെ നിന്ന്. പേടിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ അവൻ ഉണ്ടായിരുന്നു. ഞാൻ പറയാം. അപ്പോൾ സ്വാമിജി നിങ്ങൾ അടുത്തോട്ട് വന്നുകൊണ്ടിരുന്നപ്പം ക്ഷേത്രത്തിൻ്റെ അവിടെ ബാക്കിൽ നിന്ന് ഭയങ്കര വലിയൊരു വെളിച്ചം. ക്ഷേത്രത്തിൻ്റെ മണികളെല്ലാം മുഴകുന്നു. ആകാശം നല്ല ബ്ലൂ ആയിരുന്നത് ഇരുണ്ട് വരുന്നു. സ്വാമിജി അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റേ ഡ്രസ്സൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നു. അപ്പൊ പെട്ടെന്ന് അബിൻ ഇങ്ങനെ നനഞ്ഞ നിക്കറ ഇങ്ങനെ മുറുക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തോ വലുത് വരാമോ എന്ന് മനസ്സ് പറയുന്നു. എനിക്കിങ്ങനെ അപ്പം മറന്നുപോയി. എന്തോ നനഞ്ഞ നിക്കറ മുറുക്കാന് മുറുക്കി വിരിച്ചിടണം ആദ്യം. ദൂരെ ഒരു വെളിച്ചം വരുന്നു. നമ്മുടെ അടുത്തുള്ള ജിത്തുസാനെയും കണ്ടില്ല. ഞങ്ങളാണെങ്കിൽ പേടിച്ചിട്ട് വയ്യ. വലിയ കഥയായി പോയി. അപ്പൊ നമ്മൾ ആ വെളിച്ചത്തിന്റെ എന്തായാലും ജിത്തോച്ചാനെ കാണാനില്ല. അപ്പൊ നമ്മൾ ആ വെളിച്ചത്തിന്റെ അടുത്തോട്ട് പയ്യെ നടന്നു പോവാൻ. ആ സ്വാമിജിയുടെ അടുത്ത് ഓടിപ്പോയിട്ട് ഞങ്ങൾ പറഞ്ഞു ജിത്തോച്ചാസിനെ കണ്ടോന്ന്. സ്വാമിജി ചോദിച്ചു ജിത്തുജ ആരെന്ന്. ഞങ്ങൾ ജിത്തുച്ചാന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചു. അപ്പൊ സ്വാമിജി പറഞ്ഞു ഈ പയ്യൻ സാരി എടുത്തില്ല. ആ വാർത്ത കേട്ട് ഞങ്ങൾ ഞെട്ടി. എന്നെ ഒരു പെൺ പ്രേതം എന്റെ ദേഹത്ത് കയറി വന്നു. റെഡ് സാരി ആയിരുന്നു ജിത്തോച്ചാൻ മേലെ കയറി പെണ്ണുടുത്തിരുന്നു. ഒരു വലിയ പൊട്ടും കരിയും. അബിൻ അത് കണ്ടിട്ട് പറയണു, എത്രയും ചോദിക്കല്ല. ഞങ്ങളോട് ജിത്തോച്ച എത്ര മാസമായിട്ട് ഈ പെണ്ണ് ശരീരത്തിൽ കയറി ഇങ്ങനെ. സ്വാമിജി പറഞ്ഞ് ജിത്തോച്ചാച്ചി ഇതിന്റെ അകത്ത് കയറുന്ന സമയത്ത്. അപ്പോൾ ഇവർ ചോദിച്ച് ഇതിന്ന് ജിത്തുചാച്ചനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ സ്വാമിജി പറഞ്ഞ് ആ വെളിച്ചം കാണുന്ന സ്ഥലത്തോട്ട് ഓരോരുത്തരായിട്ട് പോയിട്ട് പ്രാർത്ഥന ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു വേറെ വഴിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ ബാക്ക് വെച്ചിട്ട് അപ്പൊ സ്വാമിജി പറഞ്ഞില്ലെന്ന്, വേറെ വഴിയില്ല, ഈ ഒരു വഴിയുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാം. എന്നിട്ട് ഞാൻ നടന്നു പോയി. ആനി നടന്ന വെളിച്ചത്തിന്റെ അടുത്തോട്ട് പോകുന്നവരും ആനി നടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ കാറ്റ് ആനയുടെ പുറകെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ആനയുടെ ഒപ്പം. ആനി പോകുന്തോറും ആനി ആ ലൈറ്റിന്റെ അടുത്തോട്ട് അടുക്കുന്തോറും നമുക്ക് ആനിനെ കാണാതെയാവും. ഞാൻ നടന്നു പോകുമ്പോൾ ഫുള്ള് കാറ്റും മഴ പെയ്യാൻ തുടങ്ങി.
ആനിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് പെട്ടെന്ന് അങ്ങ് ഇരുണ്ട്. ആനീനെയും കാണുന്നില്ല, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. മൊത്തം ഒരു ഇരുണ്ട ഒരു അന്തരീക്ഷം. അപ്പം അച്ഛനെ പേടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതിനെ പേടിച്ച് നമ്മൾ വീട്ടിൽ വിളിച്ചപ്പം അമ്മ പറഞ്ഞു ആനി വീട്ടിൽ ഇരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അത്ഭുതത്തോട് വിചാരിച്ചു നമുക്ക് വീട്ടിൽ പോവാം. അങ്ങനെ അവർ വീട്ടിൽ പോയി. ഇവര് വിചാരിച്ചത് അത് വീട്ടിൽ വരെയുള്ള ഷോർട്ട് കട്ടാണെന്ന്. നെക്സ്റ്റ് കഥയെ ഒരു ഗവൺമെന്റ് സ്കൂള്, പണ്ടത്തെ വൈബ്. ഒരു 2000 പിടിച്ചു. ആ വരാന്തയിൽ കൂടെ ഒരു പെണ്ണും പയ്യനും. അവർ ഓരോ ക്ലാസ്സിലൂടെ മറ്റേ വരാന്തയിലൂടെ പാസ് ചെയ്ത് സംസാരിച്ച് കൈ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവർ +1 +2 പഠിക്കുന്ന കുട്ടികളായിരുന്നു. അവരിങ്ങനെ നടന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് നേരെ പ്രിൻസിപ്പൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ പരസ്പരം പറഞ്ഞു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു ഓടി. ആ പെങ്കൊച്ചി ശരിക്കും പറഞ്ഞ പ്രിൻസിപ്പളുടെ മോളായിരുന്നു. ഇവർ രണ്ട് റിലേഷനുള്ള കാര്യം സ്കൂളിലുള്ള ആർക്കും ഇഷ്ടമല്ല. കാരണം ആ പയ്യനും ആ പെണ്ണും നല്ല കാണാൻ ഭയങ്കര ലുക്കാണ്. അവർ ഓടിയല്ല. അപ്പൊ പ്രിൻസിപ്പൾ ഇത് കണ്ട് അവര് പുറകെ ഓടി. പ്രിൻസിപ്പൾ പ്രിൻസിപ്പളിന് ഒരു ആന വയറുള്ളതുകൊണ്ട് പ്രിൻസിപ്പൾ പയ്യപ്പേനോടി. അന്ന് പ്രിൻസിപ്പൾ ഒരു ഡിസിഷൻ എടുത്തു, വയറ് കുറയ്ക്കണം. ഇവർ ഓടിയത് അറിയാതെ പെണ്ണ് കയറിയത് ഗേൾസ് ബാത്റൂമിൽ. ആ ചെക്കിന് അറിയാതെ ഗേൾസ് ബാത്റൂമിൽ കയറി. അപ്പൊ അവിടുത്തെ ഗേൾസ് ബാത്റൂമിലെ പെൺപിള്ളേരെല്ലാരും ഇവനെ കണ്ട് ഞെട്ടി വിളിയിട്ട് ഈ വകത്ത് കയറിയപ്പോഴാ ഓ പിന്നെ അപ്പൊ ഇവൻ പറഞ്ഞ് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ആരും അറിയില്ല മല്ലയ്യ. പക്ഷെ ഇത് ദൂരെന്ന് വാർഡൻ കണ്ടു. അപ്പൊ ക്ലർക്ക് സെക്യൂരിറ്റി കാണും. ശരി, അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. രാത്രിയായി, പകലായി, 2ാം ദിവസം ഇവര് ബ്രേക്കപ്പ് ആയി. അപ്പൊ ഈ ചെറുക്കന് വേറൊരു പെണ്ണിന് ഇഷ്ടമായി. പക്ഷെ അവ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലേ. ആ പെണ്ണിന് ഭയങ്കര ഡിപ്രഷൻ ലെവലായി. പെണ്ണ് ഈ സ്കൂൾ വിട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ പെണ്ണ് സ്കൂളിൽ വിട്ട് പോകാൻ തീരുമാനിച്ചപ്പം ആ പയ്യനും ആ പെണ്ണ് പോണ സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചു. ഈ ലോജിക്കില്ല, ഇവിടെ ലോജിക്കില്ല. ലോജിക് ഒന്നും. അപ്പം മറ്റു പെണ്ണും കൂടെ പോയി. പ്രിൻസിപ്പളും ട്രാൻസ്ഫർ വാങ്ങി മോളുടെ ആ സ്കൂളിലൊക്കെ യാത്രയായി. അപ്പൊ പ്രിൻസിപ്പൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി വയറ് കുറക്കണ്ടേ, എന്തായാലും പോയല്ല. എന്നിട്ട് ഒരു ദിവസം ഇവര് 3 കൂടി കൈപിടിച്ച് നടന്നു പോകും. ഓക്കെ ആയില്ല അവര് തമ്മിൽ അടിയുണ്ടായി. കാരണം പൊസസീവ്നെസ് ഒന്ന് രണ്ട് ഗേൾസിനും രണ്ടുപേരുടെയുള്ള സ്നേഹം പരസ്പരം കണ്ടിട്ട്. മറ്റേ പെണ്ണിന് ഇവര് നേരത്തെ റിലേഷനിലായി. ഇപ്പൊ 3 പേരും ഒരുമിച്ച് ഭയങ്കര ജലസാണ്. അതല്ലേ അവിടെ നിന്ന് പറഞ്ഞു. അത് ഞാൻ കഥ അങ്ങോട്ട് വിട്. അപ്പം ജലസായില്ല. അപ്പൊ ഈ പയ്യൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിക്കും ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, ഒന്നിലൊതുക്കണം. അപ്പൊ അവന്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. അവൻ രണ്ടുപേരിൽ ആർക്കാണ് ഇവനോട് കൂടുതൽ ഇഷ്ടം അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തി. ഇവര് ടെസ്റ്റ് എങ്ങനെ നടത്തുന്ന പറയുന്നത്, ഈ പയ്യൻ നടുക്ക് നിൽക്ക്, ആ 2 ഗേൾസ് ഇങ്ങനെ സൈഡ് നിൽക്ക്, ആരാദ്യം വന്ന് തൊടും അവനാണ് ഇവന്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ സ്ലോ മോഷനിൽ ഓടി ഓടി വരുമ്പോ ഒരാൾ ഉരുണ്ട് വീണു മറ്റാളുടെ കാലെ പിടിച്ച്. അപ്പൊ ഇവൻ ഓടിപ്പോയിട്ട് രണ്ടാമത് വീണ കൊച്ചിനെ മാത്രം പിടിച്ച് എഴുന്നേപ്പിച്ചു. എന്നിട്ട് ഇവര് 3 പേരും കൂടെ ഓടി പുറത്തുനിന്ന് ഒരാൾ ഇവർ പയ്യന് പോണ്ടേ. ഇവർ 3 പേരുടെ ഓടി പുറത്തുനിന്ന് ഒരാൾ വെച്ച് റിലേ ആണ്. ഇങ്ങനെ അവര് ഓടി ഓടി ഒരു ഗ്രാമത്തിൽ ഒളിച്ചോടി. അങ്ങനെ അവരുടെ ജീവിതം അവരവിടെ തുടങ്ങി. 3 വർഷങ്ങൾക്ക് ശേഷം അവർ നാട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പൊ അവരെ നാട്ടിൽ അറിഞ്ഞ പേരാണ് ചാട്ടക്കാരി, ഓട്ടക്കാരി. അപ്പൊ ഇവര് പ്രിൻസിപ്പൾ, ആ പെണ്ണിന്റെ അച്ഛനായ പ്രിൻസിപ്പളിനെ കാണുകയുണ്ടായി. അതിൽ അത്ഭുതം എന്ന് പറയട്ടെ, പ്രിൻസിപ്പളുടെ മോളുടെ വേറും ഒരുപോലെ. പ്രിൻസിപ്പളുടെ മോൾ ഗർഭിണിയായിരുന്നു. ഇത് കണ്ട രണ്ടാമത്തെ ഗേൾഫ്രണ്ട് അയ്യോ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നില്ല, ഫസ്റ്റത്തെ ആൾക്ക് മാത്രം ഇങ്ങനെ വന്നു. പെട്ടെന്നൊരു ദിവസം ഗർഭിണിക്ക് വയറുവേദന വന്നു. അപ്പോ ആ വീട്ടില് പ്രിൻസിപ്പളും ഇല്ലായിരുന്നു, അവരുടെ ഹസ്ബൻഡും ഇല്ലായിരുന്നു. ആ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം ഇല്ല. അന്ന് രാത്രിയായിരുന്നു. ഒരു വണ്ടി മാത്രമേ, പക്ഷെ ആ വണ്ടി കാട്ടിനകത്തൂടെ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു വളവ് കൂടെ ഉണ്ട്. അങ്ങനെ അവർ ആ ഡ്രൈവർ ചേട്ടനെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഡ്രൈവർ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ. പക്ഷെ ആ വളവ് കടക്കാൻ പറ്റത്തില്ല, കാരണം അത് സുമതി. അവിടെ എത്തിയപ്പോ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പായി. ഇവരെല്ലാരും എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കി. ഇവിടെയാണ് മെയിൻ നായകനായ അർജുൻ അശോകൻ. നമുക്ക് എന്തായാലും വളവ് കടന്നേ പറ്റുള്ളൂ, നമുക്ക് എല്ലാവരും നല്ല ധൈര്യത്തോടെ പോണം, ഈ കുട്ടിയുടെ ജീവിതം ഇതെല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞ ഇവര് ധൈര്യത്തോടെ ഇറങ്ങി. പെട്ടെന്ന് ആ ഗർഭിണിയായ പെണ്ണിനെ കാണാനില്ല. ബാക്കി അറിയണമെങ്കിൽ സുമതി വളവ് തിയേറ്ററുകളിൽ പോയി കാണും.
അടുത്ത ഒരു സ്റ്റോറി കൂടെ ഉള്ളേ. ഒരു സ്ഥലത്ത് ഒരു വേസ്റ്റ് ബിന്നിൽ ഒരു കൊച്ചിനെ കണ്ട്. കുഞ്ഞു കൊച്ചിന്. അപ്പൊ അതുവഴി രാവിലെ ആയപ്പോ വേസ്റ്റ് ഒക്കെ എടുത്ത് കാറ്റാൻ പോകുന്ന കുറെ ചേച്ചിമാര് കുഞ്ഞിനെ കരച്ച കെട്ടിയെടുത്തു. എന്നിട്ട് ഒരു ചേച്ചി കുഞ്ഞിനെ കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് വെച്ചപ്പോൾ ആര് പറഞ്ഞു ഇതാരും അറിയത്തില്ല, ഇത് വേറെ കേസൊക്കെ എന്ന് പറഞ്ഞപ്പം വളർത്താമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ ചേച്ചി ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ പോയപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു ഇതിനെന്തിന് ഇവിടെ കൊണ്ടുവന്നു. കാരണം ആ വീട്ടില് ആ ചേച്ചിയും തളർന്നു നടക്കുന്ന ഹസ്ബൻഡും വയസ്സായ ഒരു അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഹസ്ബൻഡ് ഈ കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ വഴക്ക് പറഞ്ഞു ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടത്തിലാണ്, ഇതിനാണ് ഈ കുട്ടിയുടെ എന്തിനു കൊണ്ടുവന്നെന്ന് പറഞ്ഞു ഭയങ്കര വീട്ടിൽ ഭയങ്കര അടിയായി. പക്ഷെ ആ ആന്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ കൊച്ചിനെ അവർ വളർത്താൻ തീരുമാനിച്ചു. വളർത്താൻ തീരുമാനിച്ചത് എങ്ങനെയെന്നറിയാമോ? വളർത്താൻ തീരുമാനിച്ചത് എങ്ങനെയെന്ന് അറിയാമോ? അവരുടെ വീട്ടിൽ നിർത്തണമെന്നല്ല, കുറച്ച് വളർന്നതിന് ശേഷം കൊച്ചിനെ ബോർഡിങ്ങിലാക്കി ബാക്കി വളർത്താനെന്നുള്ള മൈൻഡ് സെറ്റിലാണ്. പക്ഷേ ഈ കുട്ടി ഇവരെക്കാളും ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. കുട്ടി പഠിക്കാൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ഷാർപ്പാണ്. ഒരു ചെസ് പ്ലെയർ ആയിരുന്നു. അങ്ങനെ ആ കൊച്ച് സ്കൂളിലൊക്കെ നല്ല സമ്മാനമൊക്കെ വാങ്ങിയ കൊച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വരെ പോയി. പോകുന്ന വഴിക്ക് ആ കൊച്ചിന്റെ മുഖത്തിനോട് സാദൃശ്യമുള്ള ഒരു അങ്കിളിനെ കണ്ടു. പക്ഷേ ആ അങ്കിൾ ആണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാൾ, ഒരു വിറവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടത്തില്ലേ, അങ്ങനെ റോഡിലൂടെ പോകാവുന്ന ഒരാളായിരുന്നു. ആ കൊച്ച് ആ അങ്കിളിനെ കണ്ടിട്ട് വണ്ടി പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. ആ അങ്കിളിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. അങ്കിളുടെ പേരെന്താന്ന് ചോദിച്ചു. അങ്കിള് പറഞ്ഞു ബെന്നി. ഞാൻ ഈ പേരെവിടെയെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ചട്ടമ്പീസ് പ്രൊഡക്ഷനിൽ അപ്പൊ അങ്കിൾ പറയും ഇല്ല ഇത് ഡോറയുടെ കൂടെ. എന്നിട്ട് ആ കൊച്ച് ചെസ് കളിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തോട്ട് പോയി. പക്ഷെ ആ കൊച്ചിന് അന്നത്തെ കളി മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും സെയിം ഫേസ് കട്ടുള്ള ആ അങ്കിളിനെ പറ്റിയായിരുന്നു ചിന്ത. ഈ കുട്ടിയുടെ മൈൻഡ് എപ്പോഴും ഇതാരാ എന്നെ പോലെ ഇരിക്കുന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ ഫുൾ ഈ തിങ്കായിരുന്നു. അങ്ങനെ ആ കൊച്ച് ചെസ് ഗെയിം തോറ്റ്. എന്നിട്ട് ഉറക്കത്തിൽ ആ ചിന്തയായിരുന്നു. എന്നിട്ട് ആ കൊച്ചിനെ എടുത്ത് വളർത്തിയ അമ്മയോട് ചോദിച്ചു ഇങ്ങനെ ഒരാളെ കണ്ടിരിക്കും, ആളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ അമ്മ ശരിക്കും ഈ കൊച്ചിനെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കഥ ആ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നത്. ഈ കഥ കേട്ട കൊച്ച് ആ ആളെ തപ്പി ഇറങ്ങുവാണ്. പക്ഷേ അത് എങ്ങനെ കണ്ടുപിടിക്കും ഒരു ഐഡിയ ഇല്ല. ഇന്നലെ പോയ സ്ഥലത്തൂടെ പോവാന്ന് വിചാരിക്കും, പക്ഷെ കാണാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ആ കൊച്ച് അതുപോലെ റോട്ടിലൂടെ ഞങ്ങള് വിറക് വെച്ച് പോണത് കണ്ടു. അപ്പൊ പോയി ചോദിച്ചു ബെന്നിയല്ലേ? അപ്പോൾ ആ ചെറുക്കൻ ആ അങ്കിളടുത്ത് പോയി ചോദിച്ച് അങ്കിളുടെ ഫാമിലിനെ പറ്റിയും അങ്കിളുടെ പേരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അങ്കിൾക്ക് കൊച്ചുങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്കിൾ പറഞ്ഞു പണ്ട് ഇങ്ങനെ ഒരു കൊച്ചുണ്ടായി, പക്ഷെ വൈഫ് മരിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അവർ പറഞ്ഞു പ്രസവന സമയത്ത് തന്നെ കൊച്ചും അമ്മയും മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പണ്ട് അങ്കിള് നല്ല പണക്കാരനായിരുന്നു. വൈഫൊക്കെ ഉള്ള സമയത്ത് ഈ കാര്യം കേട്ട തൊട്ട് അങ്കിള് ഭയങ്കര ഡിപ്രഷനായി വെള്ളം അടിച്ച് ഇപ്പം എന്റെ ഒരുമാതിരി റോട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഒരാളായിട്ട് രാവിലെ അധ്വാനിക്ക് രാത്രി കിടക്കുന്നു. അപ്പൊ അങ്ങനെ ആ കൊച്ച് ഇങ്ങനെ പറയും ആ കൊച്ച് മരിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അത് ഞാനാണെന്ന് ആ കൊച്ച് പറയില്ല. പക്ഷെ അങ്കിളിന് മനസ്സിലായി അത് അങ്കിളുടെ കൊച്ചാണെന്ന്. പക്ഷെ ആ ചെറുക്കന് അന്നേരം അവന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കാനോ അവനെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനോ ഉള്ള സാമ്പത്തിക അവസ്ഥ പുള്ളി അല്ലായിരുന്നു. അതുകൊണ്ട് പുള്ളി അതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിച്ചില്ല. അച്ഛാ വിങ്ങും നെഞ്ചൊടുക്കി നിന്നെ ചായുറക്കാൻ അത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോ ഈ കഥ ഇത് മതി. ഇത് ഞങ്ങളെ കൊണ്ട് കൂടിയാ കൂടത്തില്ല, അത് വേറെ കാര്യം. ആ ഷോട്ടെ ഞങ്ങൾ എങ്ങനെയാണ് എടുത്തത്? ആ ഷോട്ട് എടുക്കാൻ പറ്റ പാട് അതിലും കുറെ ഉണ്ട്. നമ്മൾ കഥ പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഇങ്ങനെ ശ്രമിക്കാറുണ്ടായിരുന്നു. അത് ഇവരെല്ലാവരും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ കമന്റ്സിൽ ചെയിന് പോലെ ഈ കഥ ഉണ്ടാകും. നമ്മൾ ഫസ്റ്റ് ഒരു ഇത് ഇട്ട് തരാം, അതിന്റെ താഴെ നിങ്ങൾ തന്നെ കഥ ഉണ്ടാക്കിയോ. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ തന്നെ അങ്ങനെ ഓരോരോ സ്റ്റോറി ബിൽഡ് ചെയ്ത് ഇങ്ങനെ വന്നത്. ബെസ്റ്റ് സ്റ്റോറി ടെല്ലറിന് ഞങ്ങൾ അടുത്ത വീഡിയോക്ക് 2 കൈയ്യടി തരുന്നതായിരിക്കും. നമ്മൾ അതിനോട് ജോയിൻ ആവല്ലേ? നമുക്ക് ജോയിൻ ആവാം. അടുത്ത വീഡിയോയിൽ ബെസ്റ്റ് സ്റ്റോറി ടെല്ലറിന് നമ്മൾ തന്നെ മെൻഷൻ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയാം. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട പോർഷൻസും പിന്നെ ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ ആരെന്നും ടൈം സ്റ്റാമ്പ് മെൻഷൻ ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് പുറത്ത് ലോങ് ഡ്രൈവ് പോകുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. പെട്ടെന്ന് സമയം പോകില്ലേ? സമയം പെട്ടെന്ന് 1-2 മണിക്കൂർ പെട്ടെന്ന് ഇങ്ങനെ പോകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻജോയ് ചെയ്യും. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കഥയുടെ കാര്യം മറക്കണ്ട, കമന്റ് ബോക്സിൽ ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു സാധനം, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അടിച്ചിട്ടാ. ബൈ.